പ്രത്യേകിച്ച് കഴിവുകളുണ്ടോ? അതില്ല. അതുണ്ടെങ്കിൽ തന്നെ ഒന്നുകിൽ അത് തിരിച്ചറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനമൊന്നും ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എടുത്ത വിഷയം പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, മോട്ടിവേറ്റഡ് അല്ല, പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ ബോറടിയാണ്, വിഷയം മനസ്സിലാകുന്നില്ല, ആസ്വദിച്ച് പഠിക്കാനുള്ള പ്രോത്സാഹനവും ഒരിടത്തുനിന്നുമില്ല. എന്നാൽ ഇതെല്ലാം പോട്ടെ, സംസാരിച്ച് നിൽക്കാമെന്ന് വെച്ചാൽ അതിനുള്ള കഴിവുമില്ല, കോൺഫിഡൻസ് ഇല്ല, ഗേൾ ഫ്രണ്ട് ഇല്ല, ബോയ് ഫ്രണ്ട് ഇല്ല, പ്രിറ്റി പ്രിവിലേജസ് ഒന്നും തന്നെ ഇല്ല. ആകെ മൊത്തം വളരെ മോട്ടിവേഷനൊന്നും ഇല്ലാതെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നുണ്ടാവണം. ആകപ്പാടെ കൂടെ ഉള്ളത് നമ്മളെപ്പോലെ തന്നെ വാഴകളായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിരിക്കും. പറഞ്ഞതുപോലെ നമ്മൾ ഒന്നുകിൽ അവരെ ഒരുപാട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇതുപോലൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയി കാണണം. സാധാരണ ഇങ്ങനെയുള്ള ആളുകളെ സൊസൈറ്റി മാറ്റി നിർത്താറാണ് പതിവ്. പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളാറാണ് പതിവ്. പക്ഷേ അവരുടെ കഥ, അവരാണ് ഈ സിനിമയിലെ ഹീറോസ്. വാഴ ദ ബയോപിക് ഓഫ് എ മില്യൺ ബോയ്സ്, അല്ലെങ്കിൽ അഥവാ വാഴ ബയോപിക് ഓഫ് 90s കിഡ്സ് ആൻഡ് ദെയർ പാരൻസ്. ഞാൻ ഉൾപ്പെടുന്ന 90s കിഡ്സിൻ്റെ മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും നമ്മുടെ പാരൻസിൻ്റെയൊക്കെ ആസ്പിറേഷൻസിനെ കുറിച്ചുള്ള സിനിമയാണ് വാഴ. വിപിൻ ദാസിൻ്റെ സ്ക്രിപ്റ്റിൽ ആനന്ദ് മേനൻ സംവിധാനം ചെയ്ത വാഴയിൽ സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അമിത് മോഹൻ രാജേശ്വരി, അനുരാജ്, സാഫ്, കോട്ടയം നസീർ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, നോബി മാർക്കോസ് എന്നിങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു താരനിരയുണ്ട്. ആസ് ഐ ടോൾഡ്, ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് 90s കിഡ്സിൻ്റെ ആ ഒരു ഗ്രോത്തിൻ്റെ ടൈം പീരീഡിലാണ്. അതുകൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്ത് ഡിസ്കഷൻസ്, ടോക്സിക് പാരൻറ്റിങ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും മെയിൻ സ്ട്രീമായിട്ട് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല നമ്മൾ ഇതിന് ശേഷം. അപ്പം ഈ ഒരു സീൻസിനെയൊക്കെ മുന്നെയാണ് വാഴ നടക്കുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയതുകൊണ്ട് തന്നെ വാഴയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും അത് കാണുമ്പോൾ തന്നെ വീൽ അണ്ടർസ്റ്റാൻഡ് ഹൗ മെസ്ഡ് അപ്പ് ദെയർ ലൈഫ് ഇസ്, how messed up the life of these people who is called as വാഴ. ഫസ്റ്റ് ഹാഫ് വളരെ ഹ്യൂമറസ് ആണ്, ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജോമോൻ ജ്യോതിറും നോബിയൊക്കെ വരുമ്പം അവരുടെ ഒരു കോമ്പിനേഷൻ സീൻസും പിന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സീൻസ് വരുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ ഇറ്റ്സ് വെരി ബ്രില്യൻറ്റ്. നാച്ചുറലായിട്ട് കോമഡി വരുന്നുണ്ട്, ഒന്നും ഏച്ച് കെട്ടി വെച്ചിട്ടില്ല. വെരി നൈസ്, ഭയങ്കര ഹ്യൂമറസ് ആണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള റിയാലിറ്റീസൊക്കെ കാണിച്ച് എന്താ പറയുക, ഒരു ജീവിതത്തിൻ്റെ സ്റ്റാർക്ക് റിയാലിറ്റിയിൽ കൂടെ സിനിമ പ്രേക്ഷകനെ കൊണ്ടുപോകും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സെക്കൻഡ് ഹാഫിൽ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് സീനുണ്ട്. ആ സീൻ അറ്റ് എ ടൈം ഈസ് വെരി ലൗഡ് ആൻഡ് ഓൾസോ ഈസ് വെരി സൈലൻറ്റ്, ബിക്കോസ് അവരെല്ലാവരും ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ആ സീൻ വരുമ്പോൾ ഇറ്റ് ഈസ് വെരി ഷോക്കിംഗ്, ബിക്കോസ് അത് കാണുന്ന ഓരോ ആളുകൾക്കും അവർ ഈ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടുള്ളതാണെങ്കിൽ അത് എത്രത്തോളം കറക്റ്റായിട്ടാണ്, ട്രൂത്ത്ഫുള്ളായിട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു പ്രത്യേകിച്ചുള്ള ആ ഒരു സീൻ എനിക്ക് ഉറപ്പുണ്ട് അത് എടുത്ത ആളോ അഭിനേതാവോ എഴുത്തുകാരനോ ഒക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും റിയാലിറ്റിയോട് ചേർന്ന് നിന്ന് അത് എടുക്കാനായിട്ട് കഴിയില്ല. ഇറ്റ് വാസ് സോ ബ്രില്യൻറ്റ്. ഓൾസോ സ്പെഷ്യൽ മെൻഷൻ ടു ഹാഷിർ, അലൻ, അജിൻ ജോയ് ആൻഡ് വിനായക്. നിങ്ങൾക്കൊക്കെ എന്തൊരു ക്രൗഡ് സപ്പോർട്ടാണ്. നിങ്ങൾ വരുമ്പോൾ തന്നെ തിയേറ്റർ അങ്ങ് ഇളകി മറിയുവാണ്. ആ ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കൂടെ ഫേമസ് ആയവരെ കൊണ്ടുവരിക. ബിക്കോസ് അവർ അറ്റ് എ ടൈം ഫ്രഷ് ഫേസുമാണ്, എന്നാൽ അവർ ഫെമിലിയറുമാണ്. ആ ഒരു ഫെമിലിയാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നൊരു ഹ്യൂമറുണ്ട്. അതുപോലെ തന്നെ ദേ ആർ റിലേറ്റബിൾ നോട്ട് ജസ്റ്റ് ടു ദ യങ് പീപ്പിൾ, സീനിയർ ആയിട്ടുള്ള പ്രേക്ഷകർക്കും അവർ ഫെമിലിയറാണ്. അതുകൊണ്ട് തന്നെ ആ ഹ്യൂമർ എല്ലാം വർക്കാവുന്നുണ്ട്. ഇറ്റ് വാസ് സോ ബ്രില്യൻറ്റ്. അതുപോലെ തന്നെ ബേസിൽ ജോസഫിൻ്റെ ഒരു ചെറിയ കഥാപാത്രമുണ്ട്, ഒരു ചെറിയ പോലീസ് കഥാപാത്രമുണ്ട്. അദ്ദേഹം ലൈക്ക് റൈറ്റ് നൗ ബേസിൽ ഇസ് മൈ ഫേവറേറ്റ് ആക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ എനിക്ക് ഇറ്റ് ബ്രിങ്സ് ലോട്ട് ഓഫ് ഹാപ്പിനെസ് ടു മൈ ലൈഫ്. അപ്പോൾ പുള്ളി വരുമ്പോൾ തന്നെ വീണ്ടും തിയേറ്റർ ഭയങ്കര ശരിയാണ്, ആൻഡ് ഭയങ്കര സ്ക്രീൻ പ്രസൻസുമാണ് ബേസിലിന്. ആൻഡ് ഇത്രയും പറഞ്ഞു വന്നപ്പോൾ തന്നെ എനിക്ക് ഇനി ലാസ്റ്റ് പറയാനുള്ളത് വാഴയുടെ ചെറിയൊരു പോരായ്മയാണ്. അതായത് എനിക്ക് തോന്നിയ ഒരു പോരായ്മ, അതൊരു ചെറിയൊരു ചോദ്യമാണ്. ഇതിൽ വാഴകളായി പറയുന്ന കഥാപാത്രങ്ങൾ
ആക്ച്വലി വാഴകളാണോ എന്നൊരു ചോദ്യം. ബിക്കോസ് ഞാൻ ഈ ഒരു റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചത് ബിക്കോസ് എങ്ങനെയൊക്കെയോ ഒരു വാഴയാവുന്നതിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. എപ്പോഴും കരകയറിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പറഞ്ഞു വരുന്നത്, വാഴ ഫോൾട്ടി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്, പാരൻസ് ആർ ഒബ്സെസ്ഡ് അബൌട്ട് മേക്കിംഗ് ദെയർ ചിൽഡ്രൻ എൻജിനീയേഴ്സ് ഓർ ഡോക്ടേഴ്സ്. പക്ഷേ നമ്മുടെ ഫോൾട്ടി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം വേറെ എന്താണ് ഓഫർ ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ലൈക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഐ ഫീൽ ദാറ്റ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം നിലനിൽക്കുന്നതേ ഡോക്ടേഴ്സിനെയും എൻജിനീയേഴ്സിനെയും ഗവൺമെൻറ് ജോലിക്കാരെയൊക്കെ വാർത്തെടുത്ത് കൊണ്ടുവരാനാണ്. സോ വാട്ട് ആർ ദി അതർ ഓപ്ഷൻസ് ലെഫ്റ്റ് വിത്ത് ദ പാരൻസ് എന്നൊരു ചോദ്യമുണ്ട്. ആ ഒരു മിഡിൽ ക്ലാസ് ആസ്പിറേഷൻസിനെ ക്വെഞ്ച് ചെയ്യുന്ന രീതിയിൽ വേറെ എന്ത് ഓപ്ഷൻസ് ആണ് എന്നുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. അത് സിനിമ വേണ്ട വിധം ഡിസ്കസ് ചെയ്തിട്ടില്ല. മേ ബി ഇൻ വാഴ 2. പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്, ദിസ് ഈസ് നോട്ട് എക്സാക്ട്ലി എ ക്രിറ്റിസിസം, പക്ഷേ ഇറ്റ്സ് എ പ്രസ്സിങ് കൺസേൺ. അതായത് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിനേക്കാളും അപ്പുറം അതിനെ ജെപ്പാഡൈസ് ചെയ്തുകൊണ്ട് പ്രേക്ഷകൻ കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് ഈസ് ടുവേർഡ്സ് ദി ആൻറ്റിക്സ് ഓഫ് ദി ആക്ടേഴ്സ് എന്നൊരു ഡൗട്ടുണ്ട്. അതായത് ഇപ്പോൾ അവരുടെ ജോമോൻ ജോതറിൻ്റെ ആയാലും അനുരാജിൻ്റെ ആയാലും ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങളെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് പകരം, അതിലേക്ക് ശ്രദ്ധ പോകുന്നതിന് പകരം ഇവരുടെ ഒരു പ്ലേഫുൾനെസ്സും ഹ്യൂമറും ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ പിന്നെയും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ജെൻഡർ, ജാതി, റിലീജിയൻ ഒക്കെ. പക്ഷെ അങ്ങനത്തെ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ട്രൂത്തിലേക്കൊന്നും സിനിമ കൂടുതൽ ഡീൽ ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് ഒബ്വിയസ്ലി അത് ഹ്യൂമറുമായിട്ട് ചേർന്ന് പോകുന്നില്ല. അങ്ങനത്തെ കുറച്ച് അൺകംഫർട്ടബിൾ ഏരിയാസ് ഒന്നും സിനിമ തൊടുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം സിനിമ ജനറേഷണൽ ട്രോമാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് പലതരത്തിലുള്ള ഫാമിലി, റിച്ച് ആയാലും മിഡിൽ ക്ലാസ് ആയാലും തീരെ പുവറായിട്ടുള്ള ആൾക്കാരായാലും പോലും എങ്ങനെയാണ് ആ ഒരു എല്ലാ ഫാമിലീസിലുമുള്ള ആ ഒരു ട്രോമ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ഒരു മൊത്തത്തിൽ ഫിലിം കാണിക്കുന്നുണ്ട്. ഒരു ഓൾറൗണ്ടറായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു 1-2 കേസ് മാത്രമല്ല കാണിക്കുന്നത്. ആൻഡ് ഐ ഷുഡ് സേ ഐ thoroughly enjoyed the movie and I am looking forward for Vada 2. Thank you, and please share, subscribe and like the video. Bye.